ഉം. ഹലോ. ഇന്ന് നമ്മൾ റിയൽ അനാലിസിസ് 2 എന്ന് പറയുന്ന പേപ്പറിലെ മൊഡ്യൂൾ 3 ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ 6th ചാപ്റ്ററാണത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തിയറം, ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷനിലെ ഫസ്റ്റ് തിയറാണിത്. ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ശ്രദ്ധിക്കും. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, ലെറ്റ് എഫ് ബി എ മോണോട്ടോൺ ഫംഗ്ഷൻ ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. Then f is continuous except possibly at a countable number of points in open interval AB. അതായത് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? നമ്മുടെ അടുത്തൊരു മോണോട്ടോൺ ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഒരു മോണോട്ടോൺ ഫംഗ്ഷനാണ്. ഒന്നെങ്കിൽ അത് മോണോട്ടോണിക് ഇൻക്രീസിങ് ആവാം, അല്ലെങ്കിൽ ഡിക്രീസിങ് ആവാം. അങ്ങനെ ഒരു മോണോട്ടോൺ ഫംഗ്ഷൻ ഒരു ഓപ്പൺ ഇൻ്റർവൽ എ ബി, ഒരു ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഒരു മോണോട്ടോൺ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഒരു ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഒരു മോണോട്ടോൺ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് ഡിസ്കണ്ടിന്യൂറ്റീസ് വരികയാണെങ്കിൽ അത് ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ അതിന് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പോയിന്റിലൊക്കെ അത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി നമുക്ക് അസ്യൂം ചെയ്യാം എഫ് ഈസ്, അതിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമുക്ക് എഫിനെ എന്തായിട്ട് എടുക്കാം? എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിട്ട് എടുക്കാം. അതായത് നമുക്ക് മോണോട്ടോൺ എന്നല്ലേ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻക്രീസിങ്ങിൽ ചെയ്താലും ഡിക്രീസിങ്ങിൽ ചെയ്താലും പ്രശ്നമല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്നെടുത്തു നമ്മൾ. അപ്പോൾ ഈ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബൗണ്ടഡ് ഇൻ്റർവൽ ആണല്ലേ. അതിൻ്റെ ബൗണ്ടാണ് എയും ബിയും. അപ്പോൾ എഫ് ഈസ് അപ്പോൾ എഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ അല്ലേ, ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എഫിനെ അതിൻ്റെ എൻ പോയിൻറ്റ്സിലും കൂടി ഡിഫൈൻ ചെയ്താൽ എഫ് എന്തായിട്ട് എടുക്കാം? നമുക്ക് എഫ് ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം എൻ പോയിൻറ്റ്സ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്താലും അവിടെ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മുടെ അപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് എന്താണ്? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിട്ട് എടുത്തു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ. അപ്പോൾ നമുക്കറിയാം ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ് കേട്ടോ. ഇനി നമുക്ക് കാണിക്കേണ്ടത് എഫിന് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടെങ്കിൽ അത് കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ എഫിന് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവുള്ളൂ എന്നാണ് കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റിനെ നമ്മൾ എന്തിലെടുക്കുക? നമ്മുടെ ഡൊമൈൻ്റെ ഉള്ളിൽ ഒരു എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡൊമൈനിൽ എടുത്തു. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത്
എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോക്കിയുടെ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ വരയ്ക്കുകയാണ് കേട്ടോ. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകണം അല്ലേ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിലെ ഒരു പോയിൻ്റ് നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്. അപ്പോൾ എക്സ് നോട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് നോട്ടിന് എന്താണെങ്കിലും റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഉണ്ടാവണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ എക്സ് നോട്ട് മൈനസ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് മൈനസ് നമ്മൾ നോക്കുകയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് മൈനസ് എക്സ് നോട്ടിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ്. അതായത് ഈ വഴിക്കുള്ള നമ്മൾ എക്സ് നോട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അല്ലേ, ഫംഗ്ഷൻ വാല്യൂ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് വരും. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ്റെ സുപ്രീമം വാല്യൂവിലേക്കല്ലേ അത് വരിക. കാരണം ഇൻക്രീസിങ് ആണ്, അത് കുറഞ്ഞു പോയില്ല. ഓരോ പോയിന്റിലും ഫംഗ്ഷൻ വാല്യൂ എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ ലിമിറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കിക്കേ, എ മുതൽ എക്സ് നോട്ട് വരെയുള്ള ഫംഗ്ഷൻ വാല്യൂകളുടെ സുപ്രീം ആയിരിക്കില്ലേ, കാരണം അതിൻ്റെ ഒരു അപ്പർ ബൗണ്ടിലേക്കല്ലേ അത് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് മൈനസ് സുപ്രീമം എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് നോട്ട്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ലിമിറ്റ് നോക്കുക. അതായത് എക്സ് നോട്ടിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നോക്കുക കേട്ടോ. ലെഫ്റ്റ് ലിമിറ്റാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. റൈറ്റ് ലിമിറ്റ് നോക്കുക. നമ്മൾ റൈറ്റ് സൈഡ് കൂടെ എക്സ് നോട്ടിൻ്റെ അടുത്ത് വരും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ ഇങ്ങനെ അല്ലേ, ബിയിൽ ഫംഗ്ഷൻ വാല്യൂ ഇവിടെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞ് എക്സ് നോട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റിലേക്ക് വരും. അപ്പോൾ ഫംഗ്ഷൻ വാല്യൂ കുറഞ്ഞല്ലേ വരുന്നത്, മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ് ഫംഗ്ഷൻ. അപ്പോൾ എന്ത് വരും, നമുക്ക് ഇവിടെ നിന്ന് ബിയിലായിരിക്കും, എഫ് ഓഫ് ബിയിലായിരിക്കും. അപ്പോൾ അതിന് മാക്സിമം വാല്യൂ വരിക. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞാണ് എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ഈ പോയിന്റിൻ്റെ ലോവർ ബൗണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇൻഫിമം ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിലേക്കാണ് ഫംഗ്ഷൻ വാല്യൂ വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ലെസ് ദാൻ ബി. അപ്പോൾ ഇങ്ങനെ പോവും. അപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ ഇപ്പം നമ്മൾ വരച്ചതനുസരിച്ചിട്ട് എന്താണെങ്കിലും അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റിനെക്കാട്ടും ചെറുതായിരിക്കില്ലേ. നമ്മൾ വരച്ച ഫംഗ്ഷൻ ഇങ്ങനെയായിരുന്നു അല്ലേ, ഇങ്ങനെയായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ എക്സ് നോട്ട് പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ് ലിമിറ്റ്, ഇതാണ് നമ്മുടെ റൈറ്റ് ലിമിറ്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയും റൈറ്റ് ലിമിറ്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ഇവിടെയാണ്. ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ്. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ എടുത്തത് എങ്ങനെയാ, എക്സ് നോട്ട് എന്ന് പറയുന്നതിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് എടുത്തത്. ഒരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്, അത് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആണ് എങ്കിൽ നമ്മൾ പറയും എന്താണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയില്ലേ. അപ്പോൾ ഇവിടെ എന്താവാൻ പാടില്ല, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവാൻ പറ്റുമോ, ഇത് ഈക്വൽ ആയാൽ ഇവിടെ എന്താണെങ്കിലും അത് എഫ് ഓഫ് എക്സ് നോട്ടിനോട് ഈക്വൽ ആവും, കാരണം മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ട്. അപ്പോൾ എന്ത് പറയാം, ഒരു മോണോട്ടോണിക് ഫംഗ്ഷന് നമുക്കറിയാം ഏത് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ, അതായത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫസ്റ്റ് കൈൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലിമിറ്റ് ഈക്വൽ ആവും,
ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ അത് ഈക്വൽ ആവില്ല. അങ്ങനത്തെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി മോണോട്ടോണിക് ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്താവും, ഇവിടെ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും, അത് ഈക്വൽ ആവില്ല, കാരണം നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് ഈക്വൽ ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും, എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. എഫ് ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, നമുക്ക് ഈ കേസിൽ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് വിൽ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ പുതിയൊരു സെറ്റ് ഡിഫൈൻ ചെയ്തു, ജെ ഓഫ് എക്സ് നോട്ട്. ജെ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ലെസ് ദാൻ വൈ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ്. അതായത് ഈ എഫ് ഓഫ് എക്സ് നോട്ട് ലെഫ്റ്റ് ലിമിറ്റിൻ്റെയും റൈറ്റ് ലിമിറ്റിൻ്റെയും ഇടയിൽ വരുന്ന ഫങ്ഷൻ വാല്യൂകൾ, ഒരു എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ആ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റിൻ്റെയും റൈറ്റ് ലിമിറ്റിൻ്റെയും ഇടയിൽ വരുന്ന ഫങ്ഷൻ വാല്യൂകളുടെ, ഇവിടെ അപ്പോൾ മക്കളെ നമ്മൾ നോക്കണം, നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ആണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വരച്ച കർവ് ശരിക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കർവായിരുന്നു. ശരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, സോറി, ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടല്ലേ ആ പോയിന്റിൽ. അപ്പോൾ ഇങ്ങനെയാണ് ആ സാധനം ഉണ്ടാവുക. അതായത് ഇവിടെ വന്നിട്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസും നിൽക്കും, ഇവിടെ വന്നിട്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ്സും നിൽക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ എന്തില്ല, കണ്ടിന്യൂസ് അല്ല കർവ്. അപ്പോൾ ഈ ഇടയിൽ ഈ എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെയും എഫ് ഓഫ് എക്സ് നോട്ട് മൈനസിൻ്റെയും ഇടയിൽ എന്തുണ്ട്, നമുക്ക് ഫങ്ഷൻ വാല്യൂസ് വരില്ലേ. ആ ഫങ്ഷൻ വാല്യൂസിൻ്റെ കളക്ഷനെ നമ്മൾ എന്ത് വിളിച്ചു, ജെ ഓഫ് എക്സ് നോട്ട്. ജെ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസിൻ്റെയും എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസിൻ്റെയും ഇടയിലുള്ള ഫങ്ഷൻ വാല്യൂസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ജെ ഓഫ് എക്സ് നോട്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു, ജമ്പ് ഇൻ്റർവെൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് നോട്ട്. ഈ എക്സ് നോട്ടുമായിട്ടുള്ള ജമ്പ് ഇൻ്റർവെല്ലായിട്ടാണ് നമ്മളതിനെ എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഒരു പോയിൻ്റാണ് എടുത്തത്. അങ്ങനെ ഇഷ്ടംപോലെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെ ഓഫ് എക്സ് നോട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതായത് എക്സ് വൺ എന്ന് പറയുന്നതാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഒരു പോയിൻ്റെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജെ ഓഫ് എക്സ് വൺ കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ടു എന്ന് പറയുന്ന വേറൊരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന പോയിന്റ് ഇപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറൊരു ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ ജമ്പ് ഇൻ്റർവെൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഓരോ ജമ്പ് ഇൻ്റർവെല്ലും എന്തായിരിക്കും, പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കില്ലേ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് അറിയുന്ന ഒരു ഫംഗ്ഷനാണല്ലേ, നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണല്ലോ. അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ആ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ എങ്ങനെയായിരുന്നു, നമുക്ക് ഇങ്ങനെ വരും ഫംഗ്ഷൻ വാല്യൂസ് ഇല്ലേ, ഇങ്ങനെ 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 പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പോയിന്റിലേ ഡിസ്കണ്ടിന്യൂറ്റി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ നോക്ക്, ഇതാണ് നമ്മുടെ ജെ ഓഫ് എക്സ് നോട്ട് അല്ലേ, ഈ പറയുന്ന പോയിന്റുകൾ. ഇതാണ് നിങ്ങളുടെ ഒരു ജെ ഓഫ് എക്സ് വൺ എന്ന് പറയുന്ന അടുത്ത ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന പോയിന്റുകളുടെ വരിക. അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യൂലല്ലോ, അത് ഡിസ്ജോയിൻ്റ് ആയിരിക്കൂലേ. എന്താണെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇൻക്രീസിങ് ആയതുകൊണ്ട് അത് ഓവർലാപ്പ് ചെയ്ത് വരില്ല. അപ്പോൾ അതെന്താണ്, ഡിസ്ജോയിൻ്റ്. ഇത് ഓരോ ഇൻ്റർവെല്ലും എന്താണ്, പെയർ വൈസ് ആയിട്ടുള്ള
ഡിസ്ജോയിൻ്റ് ഇൻ്റർവെല്ലുകളാണ്. ഈ ഓരോ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ഇൻ്റർവെല്ലുകളും നമ്മുടെ ഏതിൻ്റെ ഉള്ളിലാണ് വരുള്ളൂ എന്താണെങ്കിലും എഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എഫ് ഓഫ് എ കോമ എഫ് ഓഫ് ബീൻ്റെ ഉള്ളിലല്ലേ വരുള്ളൂ. കാരണം ഫങ്ഷൻ വാല്യൂസ് നോക്ക്, എഫ് ഓഫ് എൻ്റെ വാല്യൂ ഇതാണ്, നമ്മുടെ എഫ് ഓഫ് ബീൻ്റെ വാല്യൂ ഇതാണ്. ഫങ്ഷൻ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ട് ബാക്കിയുള്ള വാല്യൂ മൊത്തം ഈ ഇതിൻ്റെ ഉള്ളിലേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ഈ പോയിന്റുകളിലാണ് നമുക്ക് ജെ ഓഫ് എക്സ് നോട്ട്, ഇതാണ് നിങ്ങളുടെ ജെ ഓഫ് എക്സ് വണ്ണ്. അപ്പോൾ ഈ പറയുന്ന ഓരോ ജമ്പ് ഇൻ്റർവെല്ലുകളും എന്തായിരിക്കും? നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എഫ് ഓഫ് എ കോമ എഫ് ഓഫ് ബിയുടെ സബ് ഇൻ്റർവെല്ലുകളായിരിക്കും. അതൊക്കെ എന്തായിരിക്കും? പെയർ വൈസ് ഡിസ്ജോയിൻറ്റും ആയിരിക്കും. ഇനി നമ്മൾ പറയാണ് ഓരോ നാച്ചുറൽ നമ്പർ, നിങ്ങൾ നോക്കുക, എൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ എടുത്തു. നമ്മൾക്കറിയാം അല്ലേ, 1/n എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. സോറി, ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അവിടെ എഴുതിയതിലൊരു അതെന്തോ ഓവർലാപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നോട്ട് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കി നോക്കുക. നമുക്ക് എല്ലാം പിള്ളേരെ ഓരോ ജമ്പ് ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഒരു 1/n എന്ന് പറയുന്ന നമ്പറിനെക്കാട്ടും എന്തായിരിക്കും? കൂടുതലായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ജമ്പ് ഇൻ്റർവെൽസ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ പറഞ്ഞു ഇൻ്റർവെല്ലിൻ്റെ ഒക്കെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലെങ്ത് ഓഫ് അല്ലേ, കാർഡിനാലിറ്റി ഓഫ് ജെ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഒരു 1/n ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവെൽസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും? നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് അല്ല എന്ന് വരും. നമ്മുടെ ഫങ്ഷൻ വാല്യൂ ഇവിടെ ബൗണ്ടഡ് ആയിരിക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവെൽസിന് ലെങ്ത്ത് 1/n കൂടുതലുള്ള കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് എന്ത് വരും? നമുക്ക് കിട്ടിയത് ഒരു ബൗണ്ടഡ് ഫങ്ഷൻ അല്ല എന്ന് വരും. പക്ഷെ നമ്മൾ അറിയാലേ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മോണോട്ടോണിക് ഫങ്ഷൻസ് ഒക്കെ എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. അപ്പം 1/n ലെങ്ത്തിനും കൂടുതലുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവെൽസേ എന്തുണ്ടാവാൻ പാടുള്ളൂ? നമ്മുടെ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എഫ് ഓഫ് എ കോമ എഫ് ഓഫ് ബിൻ്റെ ഉള്ളിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫൈനൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കൗണ്ടബിൾ നമ്പർ എന്ന്. അപ്പോൾ നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ പ്രൂവ് ആയി. അതായത് നമുക്ക് ഒരു കൗണ്ടബിൾ യൂണിയൻ ഓഫ് പോയിൻറ്റ്സിലെ എന്തുണ്ടാവുള്ളൂ? ഈ ഫംഗ്ഷന് ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ അതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.